പണ്ട് ആരോ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ തുരങ്കത്തിനകത്ത് ഇറങ്ങിപ്പോയി, പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ മുമ്പിലാണ്. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് ഈ ഫോർട്ട് ഉള്ളത്. എൻ്റെ തൊട്ട് പുറകിൽ കാണുന്നതാണ് ഫോർട്ട്. അകത്തേക്ക് കയറിയില്ല, ഇത് നമ്മൾ കയറുന്ന ഒരു പോർഷനാണ്. അവിടെ ഈ അഞ്ചുതെങ്ങ് ഫോർട്ടിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഗാർഡനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പോച്ചൊക്കെ നല്ല രീതിയിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഫോർട്ടിനകത്തോട്ട് കയറാം. ഇതാണ് ഫോർട്ടിനുള്ളിലെ കാഴ്ചകൾ. അപ്പോൾ നമുക്കൊന്ന് നടന്ന് കാണാം. ഈ അഞ്ചുതെങ്ങ് ഫോർട്ടിന് 300 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ട്. ആറ്റിങ്ങൽ റാണിയുടെ പെർമിഷൻ മേടിച്ച് ബ്രിട്ടീഷുകാർ പണി തീർത്തൊരു ഫോർട്ടാണ്. ചരിത്രപരമായിട്ട് ഒരുപാട് പ്രാധാന്യമുള്ളൊരു ഫോർട്ടാണിത്. ഇവിടെ മുകളിലോട്ട് കയറാൻ സ്റ്റെയർസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെയർസ് ഒന്ന് കയറി നോക്കാം. സമയം 3:30 മണിയായിട്ടേ ഉള്ളൂ. നല്ല വെയിലാണ്. 5 മണി വരെ ഉള്ളൂ ഫോർട്ട്. രാവിലെ 8 മണിക്ക് മറ്റേ തുറക്കുന്നതാണ്. 5 മണിയാകുമ്പോൾ ക്ലോസ് ചെയ്യും. പണ്ട് ഇവിടെയായിരുന്നു പീരങ്കികളും കാര്യങ്ങളൊക്കെ വെച്ച് ഈ ഫോർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഫോർട്ടിൻ്റെ തൊട്ട് പുറകിൽ കടലാണ്. പുറകിൽ കാണുന്ന വീടുകളൊന്നും പഴയ കാലത്തില്ലായിരുന്നു. ഫോർട്ട് കഴിഞ്ഞ് ഡയറക്റ്റ് കടലായിരുന്നു. കാലശേഷം വന്നതാണ് ഈ വീടുകളും കാര്യങ്ങളും എല്ലാം ഇവിടെ. ഈ ഫോർട്ടിനകത്ത് ഇങ്ങനൊരു തുരങ്കമുണ്ട്. ഈ തുരങ്കത്തിനൊരു കഥയുണ്ട്. പണ്ട് ആരോ ഒരാൾ ഇവിടെ വന്നിട്ട് ഈ തുരങ്കത്തിനകത്ത് ഇറങ്ങിപ്പോയി, പിന്നെ ഒരിക്കലും തിരിച്ചു വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഈ തുരങ്കം ക്ലോസ് ചെയ്തത്. അകത്ത് വെച്ച് ക്ലോസ് ആണിത്. ജസ്റ്റ് നമ്മൾ അകത്തോട്ട് കയറാനേ പറ്റത്തുള്ളൂ. അത് അവരുടെ ഓഫീസ് റൂമായിട്ട് എന്തോ യൂസ് ചെയ്യുന്നതാണ്. അവർ ടേബിളും ചെയറും ഒക്കെ കിടപ്പുണ്ട്, നമുക്ക് കയറാൻ പറ്റില്ല. അത് കഴിഞ്ഞിട്ടുള്ള പോർഷന് അവർ ക്ലോസ് ചെയ്തേക്കും. അപ്പോൾ തുരങ്കത്തിനകത്തോട്ട് നമുക്ക് പോകാൻ പറ്റത്തില്ല. ഇത് എവിടെയാണ് ഇതിൻ്റെ എൻഡ് എന്നുള്ള കാര്യം അറിയില്ല. ബ്രിട്ടീഷുകാരായിരുന്നു ഈ ഒരു ഫോർട്ട് പണിതത്. അപ്പോൾ അവർ പണിത സമയത്ത് ഇങ്ങനൊരു തുരങ്കം കൂടെ ഉണ്ടായിരുന്നു. അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നൊരു തുരങ്കമാണ്. പക്ഷേ ഇത് എവിടെ ചെന്ന് എത്തുമോ എന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ല. ചിലർ പറയുന്നത് ഇത് എൻഡ് ചെയ്യുന്നത് കടലിൻ്റെ അകത്താണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും സത്യം ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇങ്ങനൊരു ടണൽ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ കാണുന്ന തൂണുകളുണ്ടല്ലോ, ഇതിന് ഒരുപാട് വേദനകളുടെ കഥ പറയാനുള്ള തൂണുകളാണ്. പണ്ടത്തെ കാലത്ത് ഇന്ത്യക്കാരെ ബ്രിട്ടീഷുകാർ ഈ തൂണെ കെട്ടിയിട്ടായിരുന്നു ഉപദ്രവിക്കാറുള്ളത്. അങ്ങനെ അഞ്ചുതെങ്ങ് ഫോർട്ട് കണ്ടു കഴിഞ്ഞ് ഞാൻ തിരിച്ചെത്തി. എൻ്റെ റൂമിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ വെച്ച് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അഞ്ചുതെങ്ങ് ഫോർട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു ലൈറ്റ് ഹൗസ് ഉണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടാവും ലൈറ്റ് ഹൗസ്. ആ ലൈറ്റ് ഹൗസും കൂടി കവർ ചെയ്യാനാണ് ഞാൻ പോയത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് കൊറോണയുടെ ഇഷ്യൂ കാരണം ഇത് അടച്ചായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഏകദേശമുള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് എല്ലാം അടച്ചേക്കുമായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ലൈറ്റ് ഹൗസും അടച്ചായിരുന്നു. അത് റീ ഓപ്പൺ ആയിട്ടില്ല. അത് കാരണം അവിടെ കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ വെച്ച് ഔട്ട്റോ അടിക്കാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഇപ്പം ഇവിടെ വെച്ച് റൂമിൻ്റെ മേളിൽ ടെറസിൻ്റെ മേളിൽ വെച്ച് ഔട്ട്റോ അടിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റ, ബൈ ബൈ.